ഓക്കെ, നമ്പർ സിസ്റ്റത്തിന്റെ അപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ ഒരു രണ്ട് ടോപ്പിക് പറയാം. പ്രൈം നമ്പേഴ്സ് എന്താണ്, അതേപോലെ ഫിബൊനാച്ചി സീരീസ് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം പ്രൈം നമ്പേഴ്സ് നോക്കാം. ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറിനെ, ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റും. വേറെ നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം നമ്പേഴ്സിന്റെ എക്സാമ്പിൾ നോക്കാം. 2, 3, 4, 7, 11, 13, etc. ഓക്കെ, ഇതിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 2, 3, 5ന്റെ ഇടയിൽ 4 ഉണ്ട് അല്ലേ? 4 എന്തുകൊണ്ട് പ്രൈം നമ്പർ ആയില്ല? കാരണം 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കത് പ്രൈം നമ്പർ ആയിട്ട് കണക്കാക്കിയാലോ. ഇനി 7ന്റെയും 11ന്റെയും ഇടയിൽ എന്തുണ്ട്? 9 ഉണ്ട്, 8 ഉണ്ട് അല്ലെ? 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 10 ഉണ്ട്, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 11നെ നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 11 കൊണ്ട് 1 കൊണ്ട് മാത്രമേ പറ്റൂ. സോ 11 എന്താണ്? ഇറ്റ്സ് എ പ്രൈം നമ്പർ. അപ്പം ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കൊണ്ടും പിന്നെ 1 കൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. വേറൊരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവിസിബിൾ അല്ല. സോ അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അപ്പം പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, ഒരു ആദ്യത്തെ ഒരു 5-6 പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് എഴുതി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം പ്രൈം നമ്പർ നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പ്രൈം നമ്പർ അതായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫൈൻ. ഇനി ഇവിടെ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് നമ്പേഴ്സ് അതർ ദാൻ പ്രൈം നമ്പർ ഈസ് നോൺ ആസ് കോമ്പോസിറ്റ് നമ്പർ. ഓക്കെ, അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോമ്പോസിറ്റ് നമ്പേഴ്സ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് പ്രൈം നമ്പർ അല്ലാത്ത ഒരു നമ്പർ ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫിബൊനാച്ചി സീരീസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫിബൊനാച്ചി നമ്പേഴ്സ്. ഫിബൊനാച്ചി നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിഷൻ സീരീസ് ആണ്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ എന്തെടുക്കുന്നു? 1 എടുക്കുന്നു. ഓക്കെ, 1. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വീണ്ടും 1 എഴുതുന്നു. ഓക്കെ, എന്നിട്ട് ഈ 1ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? 2 കിട്ടുന്നു. ഫൈൻ. ഇനി ഈ 2ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? 3. ഓക്കെ, ഇനി 2 + 3 5, 5 + 3 8, 8 + 5 13, 13 + 8 21, 21 + 30 34, so on. ഓക്കെ, അപ്പം ഓരോ നമ്പർ എടുക്കുക, അത് ആഡ് ചെയ്ത് നെക്സ്റ്റ് എഴുതുക, അതിനോട് തൊട്ട ബാക്കത്തെ നമ്പർ ആഡ് ചെയ്ത് അടുത്ത നമ്പർ പോവുക. ഇതിനെയാണ് നമ്മൾ ഫിബൊനാച്ചി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഫിബൊനാച്ചി നമ്പർ ഇതുവരെ ചോദിച്ചില്ല. ഇനിയിപ്പം അഥവാ ഏത് ഫിബൊനാച്ചി നമ്പറിന്റെ അപ്ലിക്കേഷൻ നമ്പർ സീരീസിലോ നമ്പർ സിസ്റ്റത്തിലോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് സംഭവം എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, statement കൊടുത്തിട്ടുണ്ട്. Two statement S1 and S2 are given below with regard to two numbers followed by a question. Okay, statement നോക്കാം. S1, their product is 21. Okay, അപ്പോൾ ഏതോ രണ്ട് നമ്പർ ഉണ്ട്, S1 S2. അത് ഏതാണെന്ന് നമുക്ക് അറിയില്ല. സ്റ്റേറ്റ്മെന്റ് 2 നമ്പേഴ്സ്, ഏതോ രണ്ട് നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് A B എന്ന് എടുക്കാം. ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 21 കിട്ടും. ഓക്കെ, ഇനി ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പം രണ്ട് നമ്പേഴ്സ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 21 കിട്ടും. സം ചെയ്താൽ നമുക്ക് 10 കിട്ടും എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? What are the two numbers? ഓക്കെ, ഏതാണ് ആ നമ്പേഴ്സ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലെ, ഏതാണ് ആ നമ്പേഴ്സ് ഉള്ളത്. കാരണം 21 കിട്ടണമെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കണം? അത് 1 × 21 ആയിരിക്കണം, അല്ലെങ്കിൽ 3 × 7 ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും അല്ലാത്ത വേറൊരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് അവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പം പ്രൊഡക്റ്റ് 21 വരുന്ന രണ്ട് പോസിബിലിറ്റി ആണത്. ഒന്ന് 1 × 21ഉം രണ്ടാമത് 3 × 7. ഓക്കെ, 1 × 21ഉം 3 × 7. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് their sum is 10 ആണ്. അപ്പം നമുക്ക് ആ നമ്പേഴ്സ് ഏതാണെന്ന് ക്ലാരിറ്റി ആയി. കാരണം 7 + 3 ആണ് 10, 21 + 1 എന്താണ്? 22 ആണ്. സം ഏതാണ് നമ്മുടെ നമ്പേഴ്സ്? 3ഉം 7ഉം. അപ്പൊ നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഏതാണെന്ന് കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പേഴ്സ് ഏതാണ് നമുക്ക് മനസ്സിലായി.
വാട്ട് ആർ ടു നമ്പേഴ്സ്? നമുക്ക് ആൻസർ എത്താം. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി എബോ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാ നോക്കാം. S1 alone is sufficient to answer the question. പോരാ, S1 alone ആയാൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ എത്താൻ പറ്റില്ല, റോങ്. ഓക്കെ, S2 alone is sufficient to answer the question. പോരാ, the sum is 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പോസിബിലിറ്റി വരും? 19 ആവാം, 28 ആവാം, 37 ആവാം. സോ നമുക്ക് ഒരിക്കലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബിയും റോങ് ആണ്. S1 and S2 together are sufficient to answer the question, but neither S1 alone nor S2 alone is sufficient to answer the question. Correct. Okay. S1 and S2 together are not sufficient to answer the question. But നമുക്ക് ആൻസർ എത്താൻ പറ്റുന്നു ഇല്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്താൻ പറ്റുന്നു. സോ നമുക്ക് ഡി നമുക്ക് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താണ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചത്. പ്രൊഡക്റ്റും സമ്മേഷനും വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്? ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 51, 27, 35, 62, 75 divided by 100? 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം 51, 27, 35, 62, 75. ഓക്കെ, ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നാണ്, റിമൈൻഡർ എന്ത് കിട്ടുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം റിമൈൻഡർ ആണ് ഇവിടെ ചോദ്യം. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. 1025 5 കൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ 100 100 ഇവിടെ 0 2 സോ 10 25 റിമൈൻഡർ കിട്ടും. ഈ 25 എന്താണ്? ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഏത് കേസ് എടുത്താലും, ഞാൻ രണ്ടാമതൊരു എക്സാമ്പിൾ എടുക്കാം. 2099. ഈ കേസിൽ നമുക്ക് എന്താണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ഓക്കെ, ഇവിടെ 2 299 0 അല്ലേ. സോ റിമൈൻഡർ എന്ത് കിട്ടി? 99. സോ ഇവിടെ നമുക്ക് അറിയേണ്ട ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് ആണ് ഇവിടെ എന്ത് റിമൈൻഡർ വരിക. ലാസ്റ്റ് 2 ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ 1000 കൊണ്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ സമയം പോകും. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് 2 ഡിജിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവിടെ ആൻസറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 50, 25, 5, 1 അല്ലേ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ 0 എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഓക്കെ, 1 എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഇവിടെ 5 2 ലാസ്റ്റ് ഡിജിറ്റ് ഉണ്ട്. ലാസ്റ്റ് 2 ഡിജിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം ലാസ്റ്റ് സിംഗിൾ ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മേ ബി നമുക്ക് ആൻസർ എത്താം. കാരണം എന്താണ്? ഇവിടെ 5 അല്ലാത്ത 0 1 നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എത്താം. 5 ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് കൂടെ കണ്ടുപിടിക്കണം. സോ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടുന്ന് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ലാസ്റ്റിലത്തെ എല്ലാ ഡിജിറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 7 7, 7 5 35, 35 × 2 70 അല്ലെ. 35 × 2 70, 70 × 5 ഓക്കെ, 70 × 5 0, 7 5 35, 350 കിട്ടി. ഓക്കെ, 350 കിട്ടി. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് കിട്ടി? ലാസ്റ്റ് ഡിജിറ്റ് 0. ലാസ്റ്റ് ഡിജിറ്റ് 0 വരുന്ന ഒറ്റ ആൻസർ അല്ലേ ഉള്ളൂ. ഓപ്ഷൻ എ. ഇത് ബിറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ആ ഡിവിഷൻ വന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. അപ്പം ഇവിടുത്തെ ട്രിക്ക് ഇതാണ്. അപ്പം ചില സിറ്റുവേഷനിൽ നിങ്ങൾ കട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. ഒരിക്കലും കട്ട് ചെയ്ത് കളയാൻ പാടില്ല, നമ്മുടെ ആൻസർ തെറ്റും. ഓക്കെ, കട്ട് ചെയ്ത് കളഞ്ഞാൽ ആൻസർ തെറ്റും. ഡിവിസിബിലിറ്റി റിമൈൻഡർ ചോദിക്കുകയാണെങ്കിൽ ഏത് രീതിയിലും നമ്മൾ കട്ട് ചെയ്ത് കളയാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? 100 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, an 8-digit number 42527446B leaves remainder 0 when
divided by 3. How many values of b are possible? Okay, fine. അപ്പം എന്താണ് പറയുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന 8 ഡിജിറ്റ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പം നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന പഠിച്ചിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ എല്ലാ ഡിജിറ്റും തമ്മിൽ ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദ ഹോൾ നമ്പർ ക്യാൻ ബി ഡിവിസിബിൾ ബൈ 3. സോ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം അല്ലെ? 4 പ്ലസ് 2 പ്ലസ്, അപ്പം ഈ നമ്പറിന് ഞാൻ അതിന്റെ ഡിജിറ്റ് ആഡ് ചെയ്യാണ്. 5 പ്ലസ് 2 പ്ലസ് 7 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് b. ഓക്കെ, 4 2 6, 5 2 7 4 6. ഓക്കെ, ഫൈൻ. അപ്പം എന്ത് കിട്ടും? 10 17 19 24 26 28 അല്ലെ? 28 4 2 6 11 13 20 സോറി 12 6 6 5 11. ഓക്കെ, സോറി 30 പ്ലസ് ബി. 4 2 6 6 2 8 13 20 24 26. ഓക്കെ, 30 പ്ലസ് ബി കിട്ടും. ഓക്കെ, ഇനി 30 പ്ലസ് ബി എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണെന്നാണ് പറഞ്ഞത്. ഹൗ മെനി വാല്യൂസ് ആർ പോസിബിൾ? അപ്പം ഇത് ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. നമുക്ക് ഓരോന്ന് കൊടുത്തു നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെന്ന് വിചാരിക്കാം. സോ എന്ത് സംഭവിക്കും? 30 പ്ലസ് 0 0 കിട്ടും. സോ ഇത് നമുക്ക് ഡിവിസിബിൾ ആണ്. ഓക്കെ, ഒന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 31, അപ്പോൾ 4 ആണ് കിട്ടുക. 30 പ്ലസ് 1 4 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. 2 ആണെങ്കിലോ 32 പറ്റൂല. 3 ആണെങ്കിൽ പറ്റും. 3 ആണെങ്കിൽ എന്ത് കിട്ടും? 30 പ്ലസ് 3 എന്താണ്? 33 ആണ്. 33 is divisible by 3. ഓക്കെ, 3 പറ്റും. ഇനി നമുക്ക് 4 പറ്റില്ല. ഓക്കെ, 3 പറ്റും. 4 പറ്റൂല. 5 പറ്റൂല. ഓക്കെ, 5 എന്തുകൊണ്ട് പറ്റൂല? 30 പ്ലസ് 5 എന്താണ്? 35 ആണ്. 35നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? 5 പ്ലസ് 3 8 ആണ്. ഇനി 5 പറ്റൂല. 6 പറ്റും. ഓക്കെ, 6 പറ്റും. 7 പറ്റൂല. 8 പറ്റൂല. 9 പറ്റും. ഓക്കെ, 10 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ബി എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പം 10 എഴുതാൻ പറ്റില്ല. സോ ഇവിടെ ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ടോട്ടൽ 4 ഡിജിറ്റ് ഉണ്ട്. ആൻസർ എന്താണ് വരിക? എഫിഷ്യൻസി 4 ആണ്. ഓക്കെ, അപ്പം ഇത് 3യുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പം നമുക്ക് 3യുടെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഓക്കെ, ഫൈൻ. നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. If r and s are different integers, both divisible by 5, then which of the following is not necessarily true എന്നാണ് പറഞ്ഞത്. അപ്പം r s എന്ന് പറയുന്ന ഡിഫറെന്റ് ഇന്റിജേഴ്സ് ഉണ്ട്. ഓക്കെ, r ഉം s. ഓക്കെ, ഇതെന്താണ്? ഡിവിസിബിൾ ബൈ 5 ആണ്. അപ്പൊ 5ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് ഓർമ്മയാണ്. 5ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് 0 ആകാം, 1 അല്ലെങ്കിൽ 5 ആകാം. ഈ രണ്ട് കേസാണ് 5ന്റെ ഡിവിസിബിലിറ്റി വരാനുള്ള ചാൻസ്. സോ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. r minus s is divisible by 5, r plus s is divisible by 10, r into s is divisible by 25, r square s square ആണിത്. r square s square plus s square is divisible by 5. ഓക്കെ, നമുക്ക് ഓരോന്ന് ചെക്ക് ചെയ്യാം. അപ്പം ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യും 5ഉം ആയിരിക്കും, കാരണം ഇത് ഡിവിസിബിൾ ബൈ 5 ആണ്. സോ നമുക്ക് പോസിബിൾ ആയിട്ട് എല്ലാ വാല്യൂസും എടുക്കാം. ഒന്നുകിൽ 2ഉം 0 വരാം ലാസ്റ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ ഇത് 0യും ഇത് 5ഉം വരാം, അല്ലെങ്കിൽ ഇത് 5ഉം ഇത് 0യും വരാം, അല്ലെങ്കിൽ 2ഉം 5 വരാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ കേസ് എടുക്കാം. r minus s. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറിലി ട്രൂ എന്നാണ്. നോട്ട് നെസസറി ട്രൂ എന്നാണ്, ശ്രദ്ധിക്കണം. നോട്ടാണ്. സോ r മൈനസ് എസ് എന്ന് പറയുമ്പോൾ 0 0 മൈനസ് ചെയ്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ശരിയാണ്. അപ്പൊ 0 5 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. സോ അതും ശരിയാണ്. 0 5 0 മൈനസ് ചെയ്താൽ 5 കിട്ടും. 5 5 മൈനസ് ചെയ്താൽ 0 കിട്ടും. സോ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഓക്കെ, അപ്പം കറക്റ്റ് ആണ്.
സോ രണ്ടാമത്തത് ആർ പ്ലസ് എ സി ഡിവിസിബിൾ ബൈ 10. ഓക്കെ, 10ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്, അതാണ് നമ്മുടെ റൂൾ. സോ നമുക്ക് നോക്കാം, 10 പ്ലസ് നോക്കാം, 0 പ്ലസ് 0 0 ആണ്, 0 പ്ലസ് 5 എന്താണ് 5 ആണ്, 5 പ്ലസ് 0 5 ആണ്, 5 പ്ലസ് 5 0 ആണ്. സോ ലാസ്റ്റ് ഈ രണ്ട് കേസിലും എന്ത് സംഭവിക്കുന്നു, ലാസ്റ്റ് ഡിജിറ്റ് 5 വരുന്നു. അപ്പം ആ 5 വരുന്ന ഡിജിറ്റുള്ള നമ്പറിന് നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് കറക്റ്റ് ആൻസർ. അതായത് ഇത് പറ്റൂല, ഇറ്റ്സ് നോട്ട് നെസസറിലി ട്രൂ. സോ ബി ഇസ് എ കറക്റ്റ് ആൻസർ. അങ്ങനെ ആറിന്റെ എസ് ചെക്ക് ചെയ്ത് നോക്കാം. ആറിന്റെ എസ് 0 × 0 2 0 വരും, പറ്റും. 5 × 5 25 വരും, അതും പറ്റും. 5 × 0 0 5. പക്ഷെ ഇവിടുത്തെ ഡിജിറ്റും കൂടെ നമ്മൾ ചെക്ക് അറിയില്ല, നമുക്ക് ഉറപ്പില്ല. എന്നാലും നമുക്ക് റോങ് ആണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 5 × 0 0, ഇതും നമുക്ക് റോങ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ആർ സ്ക്വയർ എസ് സ്ക്വയർ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും, കാരണം 0 സ്ക്വയർ 2 0 എന്തായാലും വരും. മറ്റേത് 5 വരും, 0 5 മാത്രമേ ലാസ്റ്റ് ഡിജിറ്റ് വരും. പക്ഷെ നമുക്ക് ബി എന്താണ് കറക്റ്റ് നമുക്ക് അറിയാം, ഉറപ്പാണ്. 5 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് 10 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്ന് പറയാൻ പറ്റും. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ഡിവിസിബിലിറ്റി ഓഫ് 5 ചെക്ക് ചെയ്യുന്ന തരത്തിലാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നേരത്തെ 3 ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Two statements are given followed by two conclusion. Statement നോക്കാം. All numbers are divisible by 3. Okay, എല്ലാ നമ്പറും ഡിവിസിബിൾ ബൈ 2 ആണ്. സോറി 2. അപ്പം 2 കൊണ്ട് ഡിവിസിബിൾ ആയിരുന്ന നമ്പർ ഏതാണ്? എല്ലാ നെഗറ്റീവ് നമ്പർ, സോറി എല്ലാ ഈവൺ നമ്പേഴ്സും അല്ലെ, എല്ലാ ഈവൺ നമ്പേഴ്സും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. All numbers are divisible by 3. Fine. Conclusion. All numbers are divisible by 6. Okay, നമുക്ക് 6ന്റെ റൂൾ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു നമ്പറിനെ 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ 6 കൊണ്ട് പറ്റും. സോ കൺക്ലൂഷൻ 1 കറക്റ്റ് ആണ്. All numbers are divisible by 4. 2 കൊണ്ടും 3 കൊണ്ടും പറ്റുമെങ്കിൽ 4 കൊണ്ട് പറ്റണം നിർബന്ധമില്ല അല്ലെ. അതിനുള്ള എക്സാമ്പിൾ ആണ് എന്ത് 6. ഓക്കെ, 6നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ടും പറ്റും 3 കൊണ്ടും പറ്റും, പക്ഷെ നമുക്ക് 4 കൊണ്ട് പറ്റുമോ? ഇല്ല. സോ conclusion 2 is wrong. Okay, fine. Which of the following conclusion logically follows from the two given statement? It's only conclusion on option A. Okay, fine. അപ്പം ഇവിടെ ആൻസർ എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിച്ച റൂൾ അതേപോലെ ചോദിച്ചാണ്. സോ ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ നമ്പേഴ്സിന്റെ ഡിവിസിബിലിറ്റി വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു, അതേപോലെ തന്നെ അതിന്റെ റിമൈൻഡർ വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ, ഒരു ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 300 which either begin or end with 0, sorry 2. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ചില ക്വസ്റ്റ്യൻ നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ വെച്ച് ചെയ്യാം. അത് നമുക്ക് AP പഠിക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് AP വെച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഇക്വേഷൻസ് ഒന്നുമില്ല, നമ്മൾ കൗണ്ട് ചെയ്യാം, ജസ്റ്റ് കൗണ്ട് ചെയ്യാം. അപ്പൊ കൗണ്ട് ചെയ്യുന്നതൊന്നും ഫാസ്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. റൂൾ എന്താണ്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 and 300 which either begin or end with 2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? It's 112 അല്ലെ. രണ്ടാമത്തത് 112. ഓക്കെ, 122 etc 192. എത്ര നമ്പർ? 0 to 9 10 നമ്പർ ഉണ്ടാവും. ഓക്കെ, 0 to 9 10 നമ്പർ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഏതാണ്? 200. കാരണം എന്താണ്? അത് ബിഗിൻ വിത്ത് 2 ആണ്. ഓക്കെ, അപ്പം ഐദർ ബിഗിൻ വിത്ത് ഓർ എൻഡ് വിത്ത് ആണ്. അപ്പം 200 ഉണ്ടാവും, 201 ഉണ്ടാവും, 202 ഉണ്ടാവും, എക്സെട്ര 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 299. എത്ര നമ്പർ? 100 നമ്പർ. കാരണം എന്താ? 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, 99 ആണ് എൻഡ് ചെയ്തത്. സോ 100 നമ്പർ ഉണ്ടാവും. ഓക്കെ, 300 വരെ പോകേണ്ട ആവശ്യമുള്ളൂ. 300-ൽ 2 ഇല്ല, സോ നമുക്കത് എടുക്കണ്ട. അപ്പൊ ടോട്ടൽ എത്ര നമ്പർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 100 + 10 is 100. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതും നമ്പർ സിസ്റ്റത്തിൽ ചോദിക്കുന്ന ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതുപോലെ കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്യുന്നത് എല്ലാം കൗണ്ട് ചെയ്യണ്ട, നമുക്കൊരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എത്ര ഉണ്ടാവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്ന് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം.
Fine, okay. It is a different question. What is the total number of digits printed if a book containing 150 pages is to be numbered from 1 to 150? Okay. What is the total number of digits? Digit എന്ന് വെച്ചാൽ എന്താണ്? Okay, 262. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 3 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് 2 3 4 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 ഡിജിറ്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡിജിറ്റ് എന്ന് പറയുന്ന ഈ സംഭവമാണ്. സോ what is the total number of digit printed if a book containing 150 pages is to number 1 to 150? Okay, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മുതൽ 9 വരെ എത്ര നമ്പർ? 9 നമ്പേഴ്സ്. 9 നമ്പേഴ്സ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റേ ഉള്ളൂ. സോ ടോട്ടൽ നമ്പർ 9. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 10 to 99. 10 to 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഓക്കെ, എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 99 നമ്പേഴ്സ് 9 പോയി, ബാക്കി 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 99 വരെ. ഓക്കെ, 90 നമ്പേഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? 90 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, 90 നമ്പേഴ്സ് ഓരോ എത്ര ഡിജിറ്റ് ഉണ്ട്? ഓരോ നമ്പേഴ്സും 2 ഡിജിറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് 180. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാണ്? 100 മുതൽ 150 വരെ അല്ലെ? 150 വരെ എത്ര നമ്പർ ഉണ്ട്? 100 മുതൽ 150 വരെ 51 നമ്പർ ഉണ്ട്. കാരണം എന്താണ്? 0 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 0 സ്റ്റാർട്ട് ചെയ്ത് 50 വരെ എത്ര നമ്പർ ഉണ്ടാവും? 50 നമ്പർ ഉണ്ടാവും. ഇൻറ്റു ഓരോ ഡിജിറ്റും എത്ര, സോറി, ഓരോ നമ്പറും എത്ര ഡിജിറ്റ് ഉണ്ടാവും? 3 ഡിജിറ്റ് ഉണ്ടാവും. ടോട്ടൽ എത്ര? 51 into 3 3 153. ഓക്കെ, 153. നമുക്ക് ടോട്ടൽ ആഡ് ചെയ്ത് നോക്കാം. 153 189. 12 ബാക്കി 1 14 ബാക്കി 1 3. 342. അപ്പോൾ 342 is the right answer. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം ഇതും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റ് എലിമെന്റ് നോക്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? നോക്കാം എത്ര ഡിജിറ്റ്, എത്ര നമ്പേഴ്സിന്റെ അടുത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ വേണം. ഓക്കെ, അപ്പോൾ 10 to 99 90 നമ്പേഴ്സ് ഉണ്ട്. 1 to 99 99 നമ്പേഴ്സ് ഉണ്ട്. 0 to 99 100 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു ബേസിക് ഐഡിയ വേണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസ്റ്റർ the age of Mr. X last year was the square of a number and it would be the cube of a number next year. What is the least number of years he must wait for his age to become the cube of a number again? Okay, അപ്പം ഇത് സ്ക്വയറും ക്യൂബും കണക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം സ്ക്വയറും ക്യൂബും കണക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. The age of Mr. X last year was a square of a number and it would be the cube of a number next year. What is the least number of years he must wait for his age to become the cube of a number again? Okay, അപ്പോൾ നമുക്ക് ഈ മിസ്റ്റർ എക്സിന് പോസിബിൾ ആയിട്ടുള്ള സ്ക്വയർ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് 120 സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 square 49, 8 square 64, 9 square 81, 10 square 100. Okay, 100 വരെ മതി. കാരണം ഒരാൾ ഏജ് 100, ഓക്കെ 100 വരെ എടുത്താൽ മതിയല്ലോ, ഏജ് ആണല്ലോ. സോ 100 മാക്സിമം. സോ 1 ക്യൂബിന് ക്യൂബ് എടുക്കാം, ഇത് സ്ക്വയർ ആണ്. ഓക്കെ, സ്ക്വയർ ക്യൂബ് എടുക്കാം. 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125. സോ നമുക്ക് മതി 100ന്റെ അബോവ് ആയി, അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ഇതാണ് പോസിബിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ്. സോ അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏജ് ഓഫ് മിസ്റ്റർ എക്സ് ലാസ്റ്റ് ഇയർ വാസ് എ സ്ക്വയർ ആൻഡ് ഇറ്റ് വുഡ് ബി ദ ക്യൂബ് ഓഫ് നമ്പർ നെക്സ്റ്റ് ഇയർ. അപ്പം നെക്സ്റ്റ് ഇയറും ലാസ്റ്റ് ഇയറും അപ്പം അടുത്തടുത്ത് വരുന്ന ഏതോ 2 നമ്പേഴ്സ് ആണ് ഈ സ്ക്വയറും ക്യൂബും. സോ ഇതിൻ്റെ അകത്ത് അടുത്തടുത്ത് വരുന്ന ഏത് നമ്പേഴ്സ് ആണെന്ന് നോക്കാം. ഓക്കെ, 36 64 ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, 25 27 തമ്മിൽ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. സോ ഇതാണ് ആൻസർ വരിക. അപ്പം നമ്മൾ മിസ്റ്റർ എക്സിന്റെ ഇപ്പോഴത്തെ ഏജ് എന്താണ്? 26 ആണ്.
അപ്പോൾ കഴിഞ്ഞ വർഷം എന്തായിരുന്നു 25 ആയിരുന്നു. ഇറ്റ് ഇസ് എ സ്ക്വയർ ഓഫ് നമ്പർ. അടുത്ത വർഷം എന്താണ് 27 ആണ്. ഇറ്റ് ഇസ് എ ക്യൂബ് ഓഫ് നമ്പർ. സോ ഇനി അടുത്തൊരു ക്യൂബ് ആകാൻ അങ്ങനെ എത്ര വയസ്സ് കാത്തിരിക്കണം എന്നാണ്. അടുത്ത ക്യൂബ് ഏതാണ് 64 ആണ്. അപ്പൊ 64 ആവാൻ അങ്ങനെ എത്ര വർഷം കാത്തിരിക്കണം? ഇപ്പം എത്രയാണ് 26 ആണ്. സോ 14 ബാക്കി 1 38. ഓക്കെ, 38 വർഷം കഴിഞ്ഞാലേ അങ്ങേർക്ക് എന്ത് സംഭവിച്ചു? അങ്ങേരുടെ ഏജ് ഒരു ക്യൂബായിട്ട് മാറും. ഓക്കെ, അപ്പം ആൻസർ എന്താണ് 38 ആണ്. അപ്പം ഇവിടെ നമ്മൾ ചുമ്മാ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? സ്ക്വയറും ക്യൂബും. ഓക്കെ, സ്ക്വയറും ക്യൂബും മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം സ്ക്വയറിന്റെയും ക്യൂബിന്റെയും ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ആൻഡ് വൈ ആർ